കോഴിക്കോട് നിന്ന് ഇമ. ആദ്യം പറയട്ടെ, മോശമായിപ്പോയി. എന്താ വെച്ചാല് ഒരു 5 ദിവസമെങ്കിലും ക്യാമ്പ് വേണ്ടിയിരുന്നു. 3 ദിവസത്തിൽ അങ്ങ് തീർന്നു പോയപ്പോ എന്തോ ഒരു മനപ്രയാസം ഇവിടുന്ന് അങ്ങ് വിട്ടുപോവാന്. ഇപ്പൊ ഞങ്ങളെ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഞങ്ങളുടെ മനസ്സ്, ഞങ്ങള് കോഴിക്കോട്ടുകാരുടെ മനസ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. ഈ നിലമ്പൂരിലെ ഈ സ്കൂൾ പരിസരത്തും ഞങ്ങൾ താമസിച്ച വീട്ടിലും ഞങ്ങൾ പോയ തേക്ക് മ്യൂസിയത്തിൽ തന്നെ ഉണ്ടാവും. ആദ്യം ഈ സ്കൂൾ പരിസരവും വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും ഞാൻ ഓരോ സ്കൂളുകളില് ഈ മരങ്ങളൊക്കെ ഓടിന്റെ മുകളിൽ വീഴും, കെട്ടിടം പൊട്ടും, പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് ഉള്ള മരം കൂടി വെട്ടി മുറിച്ചോണ്ടിരിക്കുകയാണ്. ബൈക്ക് വെക്കാന്, സൈക്കിള് വെക്കാന്, പാർക്കിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് മരങ്ങൾ വെട്ടി. അപ്പോഴാണ് നമ്മൾ ഈ സ്കൂൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള മരം കൊണ്ടാണ്. ഇവിടെ ഒരു ഓഡിറ്റോറിയം മാത്രമായിരുന്നെങ്കിൽ പോലും എല്ലാവർക്കും എല്ലാ സമയവും എല്ലാവർക്കും കൂടി ഇവിടെ കൂടിയിരിക്കാൻ പറ്റിയിരുന്നില്ല. നമുക്ക് മുകളിൽ ഇങ്ങനെ ഒരു വലിയ കൊട ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ നല്ലോണം ഇരിക്കാൻ പറ്റുന്നത്. അതുപോലെ പൂന്തോട്ടങ്ങളെല്ലാം എല്ലാ സ്കൂളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിൽ പുൽത്തടിയൊക്കെ ക്രമീകരിച്ചിട്ട് വളരെ വിശാലമായ സ്ഥലത്ത് നല്ലോണം നോക്കി ഇങ്ങനെ കണ്ടിട്ടില്ല. കൂടിപ്പോയാല് കുറച്ചൊരു വലുപ്പത്തില് ചെടിച്ചട്ടിയില് അല്ലെങ്കിൽ ഇഷ്ടിക നിരത്തി വെച്ച് മണ്ണിട്ടിട്ട് അതിനകത്ത് പൂച്ചെടികൾ നട്ടു, അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് വളരെ മനോഹരമായി. പിന്നെ രാത്രി ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയ സ്ഥലം എല്ലാം വളരെ നന്നായിരുന്നു. ഉദ്ഘാടന ചടങ്ങ് ഞങ്ങള് കുട്ടികളും വലിയവരും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ആ മഹാമാന്ത്രികനെ ഇവിടെ തൊട്ടടുത്ത് ഇവിടെ കണ്ടപ്പോ അദ്ദേഹം ഞങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി മാജിക് കാണിച്ചപ്പോ ഞങ്ങൾ എന്താ പറയാ, സ്വപ്ന ലോകത്താണോ അല്ല സത്യമാണോ എന്നുള്ള സംശയത്തിലായിരുന്നു. ഈ പരിപാടിയുടെ ഒരു കാർഡ് കൊടുത്തല്ലോ ആദ്യം. അപ്പൊ അതില് ഉദ്ഘാടനം ഗോപിനാഥ് പുതുക്കാടാണെന്ന് പറഞ്ഞപ്പോ അന്നേരം തൊട്ട് ഇങ്ങനെ ആവേശം തുടിക്കുക. എന്നാ പിന്നെ എന്തായാലും പോണം എന്നുള്ള ഒരിത്. മാജിക് മാത്രമല്ല, ബാക്കി നടന്ന എല്ലാ പരിപാടികളും അതിഗംഭീരായി. ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച പലരെയും ഞങ്ങൾക്ക് നേരെ മുന്നിൽ തൊട്ടടുത്ത് കാണാൻ വേണ്ടി കഴിഞ്ഞു. പാട്ടുകൂട്ടം അതൊക്കെ വളരെ ഫലപ്രദമായിട്ടാണ് നടന്നു. വെറുതെ അങ്ങ് പാട്ടുപാടി പോവോ അങ്ങനെയൊന്നല്ല, അതിനായിട്ടൊരു സംഘം തന്നെ സജ്ജീകരിച്ചത് വളരെ നന്നായി. നമ്മുടെ ഒരുപാട് പാട്ടുകൾ, നല്ല പാട്ടുകൾ പരിചയപ്പെടാൻ അത് നല്ലൊരു അവസരമായി. പിന്നെ കിട്ടിയ ബാഡ്ജ് അത് വളരെ വ്യത്യസ്തമാണ്. വേറെ കുറെ ക്യാമ്പുകളിലും അതുപോലെ പരിഷത്തിന്റെ സമ്മേളനത്തിലായാലും ഒക്കെ അത്യാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. പല വ്യത്യസ്തമായിട്ടുള്ള ബാഡ്ജ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇലയുടെ മോഡലിൽ വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്, കൈകൊണ്ട് നല്ല വൃത്തിയിൽ എഴുതിയത്, അങ്ങനെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു 4 ബാഡ്ജ് ഒരു സെറ്റായിട്ട് നമുക്ക് തന്നപ്പോ അത് പെട്ടെന്ന് കണ്ടപ്പോ ഇതെന്തിനാണപ്പോ ഇത്രയും ബാഡ്ജ് വിചാരിച്ചു. അതിന് ഓരോന്നിനും ഓരോ ഉദ്ദേശം ഉണ്ടെന്ന് അത് വെച്ചിട്ട് പല പരിപാടികളും മുൻകൂട്ടി ആസൂത്രണം ചെയ്തു. നമ്മളിങ്ങനെ ഗ്രൂപ്പായി എണ്ണി തിരിച്ച് ആ സമയം പോക്കുന്നതിന് പകരം ഇങ്ങനെയൊരു വിദ്യ പ്രയോഗിക്കുന്നതിലൂടെ വളരെ നല്ലൊരു രീതിയായി. എല്ലാ ക്യാമ്പുകൾക്കും ഇതൊരു മാതൃകയായി മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ 50 ബലൂണുകൾ ഉയർത്തിയത് അതൊക്കെ വളരെ നല്ല ആശയമായിരുന്നു. പിന്നെ മൂലകൾ, ഏതൊക്കെ മൂലകളിൽ നമുക്ക് പങ്കെടുക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതി കൊടുത്തിട്ടുണ്ട് പലരും. അപ്പോ എന്നിട്ട് കൂടി നമുക്ക് വീണ്ടും ഓരോ മൂലയും അതിന്റെ ചെറിയ എന്താണ് അവിടെ നടക്കുന്നത് പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടിയത് വളരെ നന്നായി. പക്ഷെ പല കുട്ടികളും ഞാനടക്കം ഈ കണ്ടതിന് ശേഷം അന്ന സ്ഥലത്തല്ല പോണം, ഇവിടെ പോണം എന്നുള്ള രീതിയിൽ തീരുമാനം മാറ്റിയവരുണ്ട്. ശരിക്കും അങ്ങനെ ഒരു അവസരം തന്നില്ലായെങ്കിൽ ചിലപ്പോ നഷ്ടമായി പോയാനെ ഞങ്ങളത്. അപ്പോ പിന്നെ ടോട്ടാച്ച നാടകം കോഴിക്കോട്ടുകാരാണ് അവതരിപ്പിച്ചത്. ഞാൻ ആ നാടകം മുന്നേ കണ്ടിട്ടില്ല. ഇവിടെ നിലമ്പൂര് വന്ന് മലപ്പുറത്ത് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാരെ നാടകം കണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു അഭിമാനം ഞങ്ങൾ കൈയടിക്കുമ്പോ ഞങ്ങളെ നാട്ടുകാരാണല്ലോ അവതരിപ്പിക്കുന്നത്. പൂക്കാട് കലയിലൊക്കെ ആണെങ്കിൽ അവിടെ ഉള്ളേരി ഉണ്ട്, ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ, അവിടുന്ന് കുറച്ചുള്ളൂ. അപ്പോ അവര് വളരെ നന്നായി അഭിനയിച്ചു. ഇനി ഏതെങ്കിലും തരത്തിൽ അവരെ ബന്ധപ്പെടുമ്പോ ഞങ്ങളെ കൂടി അഭിനന്ദനങ്ങള് ഒന്ന് അറിയിക്കണം. പിന്നെ ഭക്ഷണം വളരെ ഗംഭീരായി. ആ ഭക്ഷണത്തിന് ഈ മലപ്പുറത്തിന്റെ
ശൈലി ശർക്കരയൊക്കെ ഇട്ടിട്ട് കാപ്പി ആദ്യമായിട്ട് കുടിക്കുന്നത്. അപ്പൊ അതൊക്കെ പിന്നെ അങ്ങനെ തന്നത് വളരെ നന്നായി. എന്താ വെച്ചാല് നമ്മുടെ ഓരോ നാടിന്റെ രുചി അടുത്തറിയാൻ വേണ്ടി കഴിഞ്ഞല്ലോ. താമസിച്ച സ്ഥലം അവിടുന്ന് വിട്ടുപോകാൻ സങ്കടമുണ്ട്. അത്രയ്ക്ക് സ്നേഹമാണ്, സ്വന്തം വീട്ടിൽ ചെന്ന പോലെ ഉണ്ട്. ഇപ്പൊ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു തോന്നിയതേ ഇല്ല. നല്ല താമസവും പിന്നെ മൂലകളിൽ ഇന്ന് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നത് നന്നായിരുന്നു തോന്നി. പിന്നെ പല രീതിയിൽ എന്തായാലും വളരെ നല്ലൊരു പരിപാടി. എനിക്ക് പിന്നെ നമ്മൾ ഇതുപോലത്തെ ബാലോത്സവങ്ങൾ ഇനിയും സംസ്ഥാന തലത്തില് എല്ലാ കൊല്ലം സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് കോഴിക്കോട്ടുകാർക്ക്. സംസ്ഥാന തലത്തിൽ ഒന്നുമില്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോഴെങ്കിലും സംഘടിപ്പിക്കുക. ജില്ലാ ബാലോത്സവങ്ങൾ എല്ലാ കൊല്ലവും സംഘടിപ്പിക്കുക. എന്നിട്ട് ഇപ്പോ പരിഷത്തിന്റെ 50ാം വാർഷികത്തിന് നമ്മൾ 50 ബലൂണുകൾ ഉയർത്തിയ പോലെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാല് ബാലോത്സവത്തിന്റെ 50ാം വാർഷികം പറഞ്ഞ് ഇവിടെ 50 ബലൂണുകൾ പൊങ്ങണം ആകാശത്ത്. അതെല്ലാം നമ്മൾ കാണുക വേണം. അപ്പൊ അങ്ങനെ ഒരു നിർദ്ദേശം കൂടിയുണ്ട്. അത്രേ ഉള്ളൂ. ശരി.